നമ്മളിന്നുള്ളത് തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിലുള്ള 500 ഏക്കറോളം വരുന്ന ഒരു വലിയ മാന്തോപ്പിലാണ് കേട്ടോ. ഇത് കണ്ടോ, കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടം. എന്ത് രസമായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇതാ ഈ ബോർഡിൽ ഈ സെക്ഷനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തിരിക്കുന്നു. 1.94 ഏക്കർ വിസ്തൃതിയിലുള്ള പ്ലോട്ട് 2 ആണിത്. അൽഫോൺസ എന്നതിനെ മാവ് 1309 മരങ്ങളുണ്ട് ഈ 1.94 ഏക്കറിൽ. 2006 പ്ലാന്റ് ചെയ്ത ഇവ 3x2 മീറ്റർ സ്പേസിങ്ങിലാണ് നട്ടിരിക്കുന്നത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ഇതിനെ പരിപാലിച്ചു വരുന്നത്. നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ ഇത്തരം ഫാമുകളൊക്കെ ഒന്ന് കാണണം. അപ്പോഴാണ് എന്താണ് കൃഷിയെന്നും അതിൽ നിന്ന് എങ്ങനെ ആദായം ഉണ്ടാക്കുകയെന്നും മനസ്സിലാവും. 3 വർഷത്തേക്ക് 1 ഏക്കറിന് 2 ലക്ഷം രൂപയാണ് ചിലവ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ വർഷവും 50,000 രൂപ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്. 1 ഏക്കറിന് ഇത്രയൊക്കെ ചിലവാക്കിയിട്ട് അവരിത് ചെയ്യുമ്പോൾ ഇതിനുള്ള ഇൻകം നോക്കണ്ടേ. 3x2 സ്പേസിങ്ങിൽ വെക്കുമ്പോൾ 6 ടണ്ണാണ് 1 ഏക്കറിൽ നിന്നുള്ള ഉൽപ്പാദനം. അത് എക്സ്പോർട്ടിങ്ങിനായും വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ടും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നോക്ക്, 3x2 സ്പേസിങ്ങിൽ 17 വർഷമായ മാവിൻ്റെ ഉയരാണ് 8 അടി, അതിൽ കൂടില്ല. ഈ തടി കണ്ടോ, തടിയെ തണ്ടുതുറപ്പിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായി പരിപാലിച്ചിരിക്കുന്നു. കൃത്യമായ ജലസേചനത്തിനായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് കേട്ടോ ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് തൊട്ടടുത്തൊരു പ്ലോട്ടാണ്. ഇതിൻ്റെ ഹൈറ്റ് 12 മുതൽ 14 അടി വരും. കാരണം പ്ലാന്റ് സ്പേസിങ് 4x4 മീറ്ററാണ്. സോ അറൗണ്ട് 200 പ്ലാന്റ്സ് ആണ് 1 ഏക്കറിൽ ഉണ്ടാവുക. ഇതുപോലെ ഹൈറ്റ് കുറച്ച് നിർത്തുന്നതിനാൽ ഹാർവെസ്റ്റിംഗ് എളുപ്പമാക്കാനും അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാനും മെയിൻ്റനൻസ് എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കുന്നു. ഇത് കണ്ട, ഇതാണ് ഫിറമോൺ കെണി. ഫ്രൂട്ട് ബോറിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മെത്തേഡാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ 1-2 മാവുകളുണ്ടാവും. എന്നാൽ തളിരുകൾ മുറിഞ്ഞു പോവുക, കായ പിടിക്കുന്നില്ല, ചില്ല ഉണങ്ങിപ്പോവുക, പുഴുക്കൾ വരിക തുടങ്ങി 100 കൂട്ടം പ്രശ്നങ്ങളാണല്ലേ. പക്ഷേ നമുക്ക് ഇതേപോലെ ഉയരം പോകാതെ നമുക്ക് ഓരോ മാവിനെയും വളർത്താൻ പറ്റും. അതെങ്ങനെയെന്നും അതിനെങ്ങനെയൊക്കെ പരിചരിക്കുകയെന്നും ഏതെല്ലാം കീടങ്ങൾ രോഗങ്ങളൊക്കെ വരുമെന്നും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.